അവസാനിക്കുമെന്ന് പലതവണ തോന്നിച്ച് സമാധാനത്തിൽ നിന്ന് ഏറെ അകന്നതാണ് ഇറാൻ യുദ്ധത്തിന്റെ ചരിത്രം. കരാറായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ പറഞ്ഞു. ഇറാൻ അത് പറഞ്ഞില്ല. വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്നുവെങ്കിലും സംഘർഷം ഇടയ്ക്കിടെ തലപൊക്കി. ഇറാൻ ഒറ്റത്തവണയെ കരാറിനെക്കുറിച്ച് പോസിറ്റീവായി സംസാരിച്ചുള്ളൂ. അതാണ് ഇപ്പോൾ 60 ദിവസത്തേക്കുള്ള കരാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ 3 മാസത്തിലധികം നീണ്ട ഇറാൻ യുദ്ധം അവസാനിക്കുമ്പോൾ അവശേഷിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ലക്ഷ്യം കാണാതെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ ട്രംപ് വളരെ പെട്ടെന്ന് പിൻവലിഞ്ഞത് എങ്ങനെ? യുദ്ധം കൊണ്ട് US ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെ? ഇറാനിൽ ഇസ്രയേലുമായി ചേർന്ന് ആക്രമണം ആരംഭിക്കുമ്പോൾ ട്രംപ് പറഞ്ഞ ലക്ഷ്യങ്ങൾ നിറവേറിയോ? ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയത് എന്തുകൊണ്ടായിരിക്കും? അമേരിക്കൻ ജനതയ്ക്ക് പോലും വേണ്ടാത്ത ഒരു യുദ്ധത്തിലേക്കാണ് ഇസ്രയേലിന്റെ യുദ്ധക്കൊതി തീർക്കാൻ വേണ്ടി ട്രംപ് തുനിഞ്ഞിറങ്ങിയത്. എന്നാൽ 4 മാസം വരെ നീണ്ടേക്കാമെന്ന ഒരു ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞ യുദ്ധത്തിൽ 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പിന്നെയും 1.5 മാസത്തോളം നീണ്ട നയതന്ത്രങ്ങൾക്കൊടുവിൽ ഇറാന് ഇളവുകൾ നൽകിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിലേക്ക് ട്രംപ് എത്തി. എന്തു നേടിയെന്ന് ചോദിച്ചാൽ നഷ്ടങ്ങൾ നേട്ടമാക്കിയ ഇറാനെയാകും കാണാനാകുക. ട്രംപ് അപ്പോഴും യുദ്ധം എന്തു പറഞ്ഞു തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചു തുടങ്ങിയ യുദ്ധത്തിൽ നിന്ന് ഒടുവിൽ ട്രംപ് ഒരു വിധത്തിൽ തലയൂരി എന്ന് പറയുന്നതാകും ശരി. അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടാത്ത യുദ്ധത്തിൽ നിന്ന് തടി രക്ഷപ്പെടുത്തി ഇറങ്ങി. വലിയ അതൃപ്തിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ട്രംപ് ആശ്വസിക്കുമ്പോഴും സമാധാന കരാറിൽ ഇറാന് ഇളവുകൾ നൽകിയതിന് ട്രംപ് ഇനി വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ഇറാൻ ആണവായുധമുണ്ടാക്കാൻ പോകുന്നു, അടുത്ത ദിവസം ആണവായുധം വികസിപ്പിക്കുമെന്നും പറഞ്ഞാണ് നെതന്യാഹുവിൻ്റെ വാക്കും കേട്ട് ഫെബ്രുവരി 28-ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചു തുടങ്ങുന്നത്. അതും അന്നുവരെ നടന്നുകൊണ്ടിരുന്ന സമാധാന ചർച്ചകളുടെ എല്ലാം മുനയൊടിച്ചുകൊണ്ട്. ആണവായുധമായിരുന്നു ട്രംപ് പറഞ്ഞ കാരണമെങ്കിലും ട്രംപിന്റെ ലക്ഷ്യം ഇറാനിലെ മതഭരണകൂടത്തിന്റെ മാറ്റവും അവിടെയുള്ള എണ്ണ പ്രകൃതിവാതക സമ്പത്തുമായിരുന്നു. എന്നാൽ ട്രംപ് ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ടു പോയത്. പുറമേ നിന്ന് നോക്കുമ്പോൾ താരതമ്യേന ദുർബലരായ ഇറാനെ വളരെ വേഗത്തിൽ കീഴടക്കാമെന്ന് ട്രംപും നെതന്യാഹുവും കരുതി. ആയുധത്തിന്റെ കാര്യത്തിലാണ് എങ്കിലും സൈനിക ശക്തിയിലാണ് എങ്കിലും ലോകത്തിലെ നമ്പർ 1 ആണെന്ന് ഊറ്റം കൊള്ളുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ അവസാനിപ്പിക്കുക എന്നത് പൂവിറക്കുന്ന ലാഘവത്തോടെ നടപ്പാക്കാമെന്നാണ് കരുതിയിരുന്നത്. അതിന് ഇറാന്റെ ഭരണ നേതൃത്വത്തെ തന്നെ ആദ്യം ഇല്ലാതാക്കിയാൽ അവരെ മാനസികമായി തളർത്തി വളരെ വേഗത്തിൽ ലക്ഷ്യം കാണാമെന്നും കരുതി. പക്ഷേ അവിടെ ട്രംപിന് പിഴച്ചു. ആയത്തുള്ള അലി ഖമനേയി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ വിയോഗ നഷ്ടം ഇറാനെ കരുത്തരാക്കുകയാണ് ചെയ്തത്. ആ നഷ്ടം കരുത്താക്കി മുന്നേറിയ ഇറാൻ നടത്തിയ തന്ത്രപൂർവമായ ഒരു ഇടപെടലാണ് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. യുദ്ധം ആരംഭിക്കുന്നത് അമേരിക്കയാണ് എങ്കിലും അത് എങ്ങനെ തീരണം എന്ന് തീരുമാനിക്കുന്നത് തങ്ങളായിരിക്കുമെന്ന് തുടക്കത്തിൽ തന്നെ ഇറാൻ പറഞ്ഞിരുന്നതാണ്. അത് അന്വർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു ഇറാന്റെ പിന്നീടുള്ള ഇടപെടലുകൾ. അമേരിക്ക ഇറാനിൽ നടത്തുന്ന ഓരോ ആക്രമണത്തിനും അമേരിക്കയെ നേരിട്ട് തിരിച്ചാക്രമിക്കാതെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചത്. അതിനെല്ലാം ഉപരി ഏറ്റവും നിർണായകവും കരുത്തുറ്റതുമായി ഇറാൻ എടുത്ത തീരുമാനം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതായിരുന്നു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു. വിലക്ക് ലംഘിച്ച് ഹോർമൂസ് കടന്നാൽ ഇറാന്റെ ആക്രമണം നേരിടേണ്ടി വരും എന്നതിനാൽ ഒരു കപ്പലും കടലിടുക്ക് കടക്കാൻ തയ്യാറായില്ല. ഇതോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞു. US-ലും യൂറോപ്പിലും ഏഷ്യയിലും അടക്കം ഇന്ധനവില കുത്തനെ കുതിച്ചുയർന്നു. ഇന്ധനവില വർധനവ് വിലക്കയറ്റത്തിലേക്ക് നയിച്ചു. ഒപ്പം കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ ചരക്ക് കയറ്റുമതിയും ഇറക്കുമതിയും അതിരൂക്ഷമായി ബാധിക്കപ്പെട്ടു. ഇതോടെ കാര്യങ്ങൾ ട്രംപിന്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോകാൻ തുടങ്ങി. അമേരിക്കൻ ജനത റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാർ ഒഴികെ ട്രംപിന് എതിരായി തുടങ്ങി. ഇതിനിടയിൽ നടന്ന അഭിപ്രായ സർവേയിലും തലനാരിഴയ്ക്കാണ് ട്രംപ് കടന്നുകൂടിയത്. ഇങ്ങനെ മുന്നോട്ടു പോയാൽ നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടി നേരിടുമെന്ന് ട്രംപ് ഭയന്നു. യുദ്ധം അവസാനിപ്പിച്ച് തല ഊരുകയല്ലാതെ ട്രംപിന് മറ്റു മാർഗമുണ്ടായിരുന്നില്ല. ഒടുക്കം ഇറാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവർ ആഗ്രഹിച്ച രീതിയിൽ യുദ്ധം അവസാനിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ട ഇളവുകൾ നേടിയെടുത്തുകൊണ്ട് തന്നെ. അടുത്ത ദിവസം 60 ദിവസത്തെ സമാധാന കരാർ ഇറാനും US-ഉം ഒപ്പിടാൻ പോകുകയാണ്. പക്ഷേ അതിനിർണായകമായ 2 ഇളവുകൾ ഈ കരാറിൽ ഇറാൻ നേടിയെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ആണവ പദ്ധതി സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ഇല്ല എന്നതാണ്. ഇറാൻ ആണവ കരാറിന് വഴങ്ങണം എന്നതായിരുന്നു യുദ്ധം തുടങ്ങും മുൻപ് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം.
ആണവായുധം വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം 1/2 ടണ്ണോളം ഇറാന്റെ ശേഖരത്തിലുണ്ട്. ഇത് വിട്ടുകൊടുക്കണമെന്ന ആവശ്യത്തിന് ഇറാൻ വഴങ്ങിയിട്ടില്ല. അതുമാത്രമല്ല, ആണവ പദ്ധതി സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചയ്ക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഈ 2 കാര്യങ്ങളും ട്രംപ് അംഗീകരിച്ചു. ഒപ്പം ഇറാന് പുറത്തുള്ള അമേരിക്ക മരവിപ്പിച്ച ഇറാന്റെ നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കാനും ധാരണയായി. ഇതോടെ യുദ്ധത്തിൽ നിന്ന് തൽക്കാലം ട്രംപ് രക്ഷപ്പെടുമെങ്കിലും ഈ ഇളവുകളെ ചൊല്ലി ട്രംപ് വിമർശന വിധേയമാകും. ഈ 2 ഇളവുകളും അനാവശ്യമാണ് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാർ വിമർശിക്കുന്നുണ്ട്. ഇതിന് തീർച്ചയായും ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മറുപടി നൽകേണ്ടി വരും. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുത്തില്ല എന്ന് മാത്രമല്ല, യുറേനിയം സമ്പുഷ്ടീകരണ ശാസ്ത്രീയ വൈദഗ്ധ്യവും അതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇറാനിൽ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. തകർന്ന ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കാനും ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം പാളിപ്പോയി എന്ന് സാരം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ശേഖരം കുറയ്ക്കുകയായിരുന്നു യുദ്ധത്തിലൂടെ ട്രംപ് ലക്ഷ്യമിട്ട മറ്റൊരു കാര്യം. US സൈന്യത്തിനും സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങൾക്കു നേരെയുള്ള ഇറാന്റെ ആക്രമണശേഷി കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇറാന്റെ നാവിക വ്യോമസേനകളുടെ ശക്തി നശിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ശേഖരങ്ങൾക്ക് കാര്യമായ നാശമുണ്ടായില്ല എന്നു മാത്രമല്ല, മിസൈൽ നിർമ്മാണശേഷിയും തകർന്നില്ല. മിസൈൽ ഡ്രോൺ നിർമ്മാണവും കുറഞ്ഞ ചെലവിൽ ഇപ്പോഴും നടക്കുന്നുമുണ്ട്. ഡ്രോൺ ആക്രമണം തുടരുന്നുമുണ്ട്. പശ്ചിമേഷ്യയിലെ സായുധ വിഭാഗങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ തടയാൻ ലക്ഷ്യമിട്ടുവെങ്കിലും അതിലും US പരാജയപ്പെട്ടു. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ സായുധ വിഭാഗങ്ങൾക്കുള്ള ഇറാൻ സൈനിക പിന്തുണ ഇല്ലാതാക്കാനാണ് ലക്ഷ്യമിട്ടത് എങ്കിലും ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും വർദ്ധിത വീര്യത്തോടെ ഇപ്പോഴും പോരാട്ടമുഖത്ത് തുടരുന്നുണ്ട്. മാത്രമല്ല, ലെബനനെ ഇനിയും ഇസ്രായേൽ ആക്രമിച്ചാൽ കരാർ അസാധ്യമാകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പുമുണ്ട്. യുദ്ധം ആരംഭിച്ചതോടെ സമ്മർദ്ദ തന്ത്രവുമായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചു. ഹോർമൂസ് തുറപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റിയ ട്രംപ് ഒടുവിൽ ഹോർമൂസിൽ ഇറാനെ ഉപരോധിക്കാൻ സ്വന്തം നിലയ്ക്ക് നാവിക ഉപരോധം ആരംഭിച്ചു. ഒടുക്കം അത് ഹോർമൂസിൽ ഇരട്ടപ്പൂട്ടായി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കുകയായിരുന്നു ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത്. പക്ഷേ അതിൽ അമേരിക്ക വിജയിച്ചില്ല എന്ന് മാത്രമല്ല, കടലിടുക്കിൽ ഇറാൻ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഒടുവിൽ ഇപ്പോൾ ഹോർമൂസ് തുറക്കുകയാണ് എങ്കിലും ഇറാന്റെ നിയന്ത്രണങ്ങൾ തുടരും. മാത്രമല്ല, ഹോർമൂസ് തുറന്നാലും കപ്പൽ ഗതാഗതം സാധാരണ നിലയിലെത്താൻ ആഴ്ചകൾ എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഹോർമൂസിൽ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന മൈനുകൾ നീക്കം ചെയ്തുവെങ്കിൽ മാത്രമേ വാണിജ്യ യാത്രാ കപ്പലുകളുടെ പൂർണ്ണ തോതിലുള്ള നീക്കം പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. വിവിധ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന കണ്ടെയ്നറുകൾക്ക് മേലുള്ള ഡിറ്റൻഷൻ ഡെമറേജ് നിരക്കുകളായി പോർട്ട് അധികൃതർ ഈടാക്കുന്ന വലിയ തുക ഒഴിവാക്കും എന്നത് കയറ്റുമതി വ്യവസായികൾക്ക് ആശ്വാസമാകും. ഇസ്രയേലിലും US സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിലും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടു. ഇറാനിൽ ഓരോ തവണ അമേരിക്ക ബോംബിടുമ്പോഴും ഇറാൻ തിരിച്ചാക്രമിച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളിലായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ ആക്രമണങ്ങളിൽ വലഞ്ഞു. എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടു. സാമ്പത്തിക രംഗത്തും തിരിച്ചടി നേരിട്ടു. US സൈനിക താവളങ്ങളിൽ ഇറാൻ ആക്രമണങ്ങളിൽ കാര്യമായ നാശം സംഭവിച്ചു എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല, സഖ്യകക്ഷിയായ ഇസ്രയേൽ അമേരിക്ക ഇറാൻ കരാറിനെ ശക്തിയായി എതിർക്കുകയാണ്. ഇസ്രയേലിനെ അണിനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നതും ട്രംപ് നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ്. കരാർ ഒപ്പിടും മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചുവെങ്കിലും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത്. എന്നാൽ ലെബനനിൽ ആക്രമണം തുടർന്നാൽ കരാർ പൊളിയുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുമുണ്ട്. 6 മാസത്തെ ഇടവേളയിൽ 2 തവണയാണ് ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തിയത്. ഒന്ന് 2025 ജൂണിൽ. അന്ന് ഇറാനിലെ ആണവ നിലയങ്ങൾ അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ ഇറാന് വ്യക്തമായ കണക്കും കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ജൂണിലെ യുദ്ധത്തിന് ശേഷം ഒരു തുടരാക്രമണം ഇറാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ആഘാതവും കൃത്യമായി ഇറാൻ കണക്കുകൂട്ടി മനസ്സിലാക്കി. അതിനായി തയ്യാറെടുത്തിരുന്നുകൊണ്ടാവണം ഇത്ര കൃത്യമായി ഇറാൻ പ്രത്യാക്രമണം നടത്തിയതും പിടിച്ചു നിന്നതും. ഇറാഖുമായി 10 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ ദൈർഘ്യവും അത് നൽകിയ അനുഭവ പരിചയ സമ്പത്തും ഇറാന് കരുത്തായി എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥിരമായി യുദ്ധത്തിലായിരിക്കുക എന്നത് ഇറാന് അപരിചിതമല്ലാത്ത ഒരു സംഗതിയാണ്. അതുതന്നെയാണ് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചതും. ജൂൺ യുദ്ധം ഇറാന് ശക്തമായ സൈനിക പാഠങ്ങൾ നൽകിയെന്നും പിന്നാലെ വന്ന 2ാം ആക്രമണത്തിന്റെ ആഘാതം അതിജീവിക്കാനുള്ള കരുത്തായി അത് മാറിയെന്നും വിദഗ്ധരും വിലയിരുത്തുന്നു. ആയത്തുള്ള അലി ഖമനേയി അടക്കം ഉന്നത നേതാക്കളെ വകവരുത്താൻ ഇസ്രായേൽ പദ്ധതിയുണ്ട് എന്നും അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച് വിശദമായ പ്രവർത്തന രേഖ ഇറാൻ തയ്യാറാക്കിയിരുന്നു.
റവല്യൂഷണറി ഗാർഡിന് സമ്പൂർണ്ണ അധികാരമുള്ള ഭരണ സംവിധാനം വന്നത് ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ വേണമെങ്കിൽ ഇറാനിൽ ഭരണമാറ്റമുണ്ടാക്കിയെന്ന് ട്രംപിന് അവകാശപ്പെടാമെങ്കിലും അത് ഇറാൻ സ്വയം സൃഷ്ടിച്ച ഭരണമാറ്റമാണ്. കടുത്ത നാണ്യപ്പെരുപ്പത്തിലും വിലക്കയറ്റത്തിലും പൊറുതിമുട്ടിയ ഇറാൻ ജനതയുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയ യുദ്ധകാലം ഭരണകൂടത്തെ കൂടുതൽ ഉറപ്പിച്ചു എന്ന് പറയാം. സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേധാവിത്വം കൂടുതൽ വിപുലമാക്കിയതും US യുദ്ധത്തിന്റെ പരിണിത ഫലമാണ്.